ഇന്നൊരു മണിക്കൂർ ഇന്റർനെറ്റ് പോയാൽ നമ്മൾ അസ്വസ്ഥരാകും. വാട്സാപ്പ് പണിമുടക്കിയാൽ ലോകം സ്തംഭിക്കും. എന്നാൽ എന്നേക്കുമായി ഇന്റർനെറ്റ് ഇല്ലാതെ ആയാലോ? നിങ്ങളുടെ ഹോസ്പിറ്റൽ സേവനങ്ങൾ, നിങ്ങളുടെ ഫ്ലൈറ്റ്സ്, കറണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം നഷ്ടമാകും. ഇന്റർനെറ്റിന് ഒരു ഓഫ് സ്വിച്ച് ഉണ്ടോ? ആരെങ്കിലും വിചാരിച്ചാൽ ലോകത്തിന്റെ മുഴുവൻ ഇന്റർനെറ്റും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ? അതോ സൂര്യനിൽ നിന്നുള്ള കൊടുങ്കാറ്റ് നമ്മളെ ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോരുമോ? ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇന്റർനെറ്റ് അപ്പോക്കലിപ്സ് എന്ന സാധ്യതയെക്കുറിച്ചാണ്. പലരും വിചാരിക്കുന്നത് ഇന്റർനെറ്റ് ആകാശത്തൂടെ സാറ്റലൈറ്റ് വഴിയാണ് വരുന്നത് എന്നാണ്. തെറ്റ്. 99% ഇന്റർനെറ്റും സമുദ്രത്തിന്റെ അടിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മുടിയേക്കാൾ കനമുള്ള ഗ്ലാസ് നാരുകൾ വലിയ കേബിളുകളിലായി സമുദ്രത്തിന്റെ അടിയിൽ കിടപ്പുണ്ട്. ഇവയാണ് ഇന്റർനെറ്റിന്റെ നട്ടെല്ല്. ഇത് മുറിച്ചാൽ എന്ത് സംഭവിക്കും? പലപ്പോഴും കപ്പലിന്റെ നങ്കൂരം തട്ടി ഇവ പൊട്ടാറുണ്ട്. അപ്പോൾ ഇന്റർനെറ്റ് സ്ലോയാകും, പൂർണ്ണമായും നിൽക്കില്ല. എന്നാൽ യുദ്ധസമയത്ത് ഒരു രാജ്യം വിചാരിച്ചാൽ ശത്രു രാജ്യത്തിന്റെ കേബിളുകൾ മുറിച്ചു മാറ്റാൻ പറ്റും. റഷ്യൻ അന്തർവാഹിനികൾ ഈ കേബിളുകളുടെ ചുറ്റും സഞ്ചരിക്കുന്നത് ലോകം ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി രസകരമായ ഒരു സത്യം പറയാം. ഇന്റർനെറ്റിന് യഥാർത്ഥത്തിൽ താക്കോലുകൾ ഉണ്ട്. ICANN എന്ന സംഘടനയാണ് ഇന്റർനെറ്റിലെ അഡ്രസ്സുകൾ നിയന്ത്രിക്കുന്നത്. ലോകത്തിലെ 14 പേർക്കാണ് ഇതിന്റെ ആക്സസ്. 7 പേരുടെ കയ്യിൽ ഫിസിക്കൽ താക്കോലും ബാക്കി 7 പേരുടെ കയ്യിൽ ബാക്കപ്പ് കാർഡുകളും. വർഷത്തിൽ 4 തവണ ഇവർ രഹസ്യമായി ഒത്തുകൂടുകയും കീ സെറമണി നടത്തുകയും ചെയ്യുന്നു. ഇന്റർനെറ്റ് ഹാക്ക് ചെയ്യപ്പെടുകയോ തകരാറിലാവുകയോ ചെയ്താൽ ഈ താക്കോലുകൾ ഉപയോഗിച്ച് അവർക്ക് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സിനിമാ കഥ പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ സത്യമാണ്. ഇന്റർനെറ്റിനെ ഓഫ് ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. പക്ഷേ ഇന്റർനെറ്റിനെ രക്ഷിക്കാൻ ഇവർക്കേ സാധിക്കൂ. മനുഷ്യൻ വിചാരിച്ചാൽ ഇന്റർനെറ്റ് നശിപ്പിക്കാൻ പാടാണ്. പക്ഷേ പ്രകൃതി വിചാരിച്ചാൽ എളുപ്പം സാധിക്കും. സോളാർ സൂപ്പർ സ്റ്റോം അഥവാ സൗര കൊടുങ്കാറ്റ് 1859 കാരിങ്ടൺ ഇവന്റ് എന്ന പേരിൽ വലിയൊരു സൗര കൊടുങ്കാറ്റുണ്ടായി. അന്ന് ടെലിഗ്രാഫ് കമ്പികൾ ഉരുകി ഒലിച്ചു. അന്ന് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായാലോ? സമുദ്രത്തിനടിയിലുള്ള കേബിളുകളുടെ റിപ്പീറ്റേഴ്സ് കരിഞ്ഞു പോകും. മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം ലോകത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായാൽ വീണ്ടും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുമായിരിക്കും. അല്ലെങ്കിൽ ലോകം ഒരു കലാപത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ എത്ര ദിവസം ജീവിക്കാനാകും? ഒരു ദിവസമോ അതോ ഒരു മണിക്കൂറോ? കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫ്രം ടോക്ക് വിത്ത് റോണിക്സ്. ഇറ്റ്സ് മീ അൻസു സൈനിങ് ഓഫ്.